ഇപ്പോൾ പ്രകാശം പരത്തിയ എഴുത്തുകാരൻ ടി പത്മനാഭൻ മാധ്യമങ്ങളെ കാണുന്നു തത്സമയം. 2-3 തവണ കണ്ടിട്ടുണ്ട്. ഇത് അതേ ഉള്ളൂ. ഞാൻ എൻ്റെ ഈ പരിചയം പിന്നെ രാവിലെ തൊട്ട് രാത്രി വരെ ചാനൽ കാണലാണ് പണി. അപ്പോൾ ഈ ചാനലിൽ വരുന്ന വാർത്തകളുടെ, പത്രങ്ങളിൽ വരുന്ന വാർത്തകളുടെ, എൻ്റെ വ്യക്തിബന്ധങ്ങളുടെ അടിസ്ഥാനത്തിൽ പറയുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ ഒന്നാം സ്ഥാനം കൊടുക്കുക ശ്രീ വേണുഗോപാലനാണ്. അത് വേണുഗോപാലൻ എൻ്റെ നാട്ടുകാരനായി എന്നതുകൊണ്ട് മാത്രമല്ല, വേണുഗോപാലൻ്റെ അർഹത, വേണുഗോപാലൻ്റെ ഗുണങ്ങൾ. സത്യത്തിൽ വേണുഗോപാലനുമായി പരിചയം ഉണ്ടാകുന്നതിന് മുൻപേ അദ്ദേഹത്തിൻ്റെ അമ്മ ജാനകിയേടത്തിയെ നല്ലതുപോലെ അറിയാവുന്ന ഒരുത്തനാണ്. ആ നാട് മുഴുവൻ ജാനകിയേടത്തിയെ അത്യന്തം സ്നേഹത്തോടെ, അവർ മരിച്ചു, ഇന്നില്ല അവർ, എങ്കിലും ആ നാട്ടുകാർ ഇപ്പോഴും ജാതി മത കക്ഷിഭേദമില്ലാതെ ജാനകിയേടത്തിയെ ഓർക്കുന്നുണ്ട്. ജാനകിയേടത്തിയുടെ വീട്ടിൽ വിശന്ന് വലഞ്ഞ് ഏതൊരുത്തനും കയറി ചെന്നാൽ മൃഷ്ടാന്ന ഭക്ഷണം കഴിച്ചിട്ട് അവിടുന്ന് അവരെ മടക്കി അയക്കുകയുള്ളൂ. ഈ ഒരു പാരമ്പര്യം വേണുഗോപാലനും തുടരുന്നുണ്ട്. വേണുഗോപാലനും പാവപ്പെട്ടവരോട് പരമാവധി കരുണയുള്ള വ്യക്തിയാണ്. അമ്മയിൽ നിന്ന് കിട്ടിയ ഒരു സ്വഭാവ വിശേഷമാണ് ഇത്. ഒരു പൊതുപ്രവർത്തകന് അവശ്യം വേണ്ടുന്ന ഒരു ഗുണമാണ് പാവങ്ങളോടുള്ള കരുണ. വേണുഗോപാലന് അത് വേണ്ടുമ്പോൾ എഴുത്തുകാരൻ ടി പത്മനാഭൻ സംസാരിക്കുകയായിരുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.